നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എവിടെയും പണിയാണ് ബ്രസീലിന്. അർജൻറ്റീനയുടെ മുമ്പിൽ നിന്ന് പണി കിട്ടുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സ്ഥിരം പരിപാടിയാണ്. അതിപ്പോൾ ഫുട്ബോൾ 11s ആവട്ടെ, ഇതാ ഫുട്സാലിലും പണി കിട്ടിയിരിക്കുകയാണ്. ഫുട്സാലിൽ കോൺമെബോളിൻ്റെ സുഡാമേരിക്കാനോ സബ്-17 ഫുട്സാൽ, അതായത് അണ്ടർ 17 ഫുട്സാൽ ചാമ്പ്യൻഷിപ്പ് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷനായ കോൺമെബോൾ നടത്തുന്നത്. ആ പരാഗ്വേയിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റിൽ ഇതാ ബ്രസീൽ ഫൈനലിൽ അർജൻറ്റീനയോട് പൊട്ടിയിരിക്കുന്നു. കിരീടം ഉയർത്തിയിരിക്കുന്നു അർജൻറ്റീന. ഇത് നേരത്തെ ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിച്ചത് ബ്രസീലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫൈനലിൽ വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ അർജൻറ്റീന ബ്രസീലിനെ എക്സ്ട്രാ ടൈമിൽ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഗ്രൂപ്പ് സ്റ്റേജ് മീറ്റിങ്ങിൽ ബ്രസീൽ 2-0 അർജൻറ്റീനയെ തോൽപ്പിച്ചിരുന്നു. അങ്ങനെ സ്റ്റാൻഡിങ്ങിൽ ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ ഒന്നാമതൊക്കെ ബ്രസീലായിരുന്നു. ഏതായാലും ഫൈനലിൽ വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ മത്സരം 1-1 സമനിലയായി. തുടർന്ന് എക്സ്ട്രാ ടൈമിലേക്ക് പോയി 2-1 അർജൻറ്റീന വിജയിച്ച് കയറി. ഫസ്റ്റ് ഹാഫിൽ 8ാമത്തെ മിനിറ്റിൽ എക്സൽ തോമസ് ബാരിയോസ് ആണ് അർജൻറ്റീനയ്ക്കായിട്ട് ആദ്യം ഗോൾ അടിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ലൂക്ക 6ാമത്തെ മിനിറ്റിൽ, സെക്കൻഡ് ഹാഫിൻ്റെ 6ാമത്തെ മിനിറ്റിൽ ഈക്വലൈസർ ബ്രസീലിനായിട്ട് നേടുകയായിരുന്നു. ഒടുവിൽ എക്സ്ട്രാ ടൈമിൻ്റെ 4ാമത്തെ മിനിറ്റിൽ ലൊറൻസോ സാംപെഡ്രോ നേടിയ ഗോളിന് അർജൻറ്റീന വിജയിച്ചു. 2-1 കിരീടം ചൂടുകയും ചെയ്തു. ഏതായാലും ഇങ്ങനെ ഇപ്പോൾ കുറച്ച് കാലമായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് വീണ്ടും എത്താനായി തുടങ്ങി. ഇത് ഓഗസ്റ്റാണ്. സെപ്റ്റംബർ, ഒക്ടോബർ അതൊരു വലിയ ഇൻ്റർനാഷണൽ ബ്രേക്കായിട്ട് രണ്ടും കൂടി ചേർത്തുകൊണ്ടാണ് ഇനി അങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. ബ്രസീൽ ഇന്ത്യയിലൊക്കെ വന്ന് കളിക്കുന്നുണ്ട്. അതേസമയം അർജൻറ്റീനയുടെ മത്സരങ്ങളുടെ കാര്യം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. അത് സീനിയർ ടീമിൻ്റെ മത്സരങ്ങളാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.